നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പാലക്കാട് UDF സ്ഥാനാർത്ഥി രമേശ് പിഷാരടി നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിരിക്കുകയാണ്. മാത്രമല്ല സംസ്ഥാനത്തെ പല മണ്ഡലങ്ങളിലും ചില സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിരിക്കുകയാണ്. ഈ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ രമേശ് പിഷാരടി വരണാധികാരിക്ക്, അതായത് ജില്ലയുടെ കളക്ടർക്ക് മുന്നിൽ എത്തിയത് VK ശ്രീകണ്ഠൻ MP, ഷാഫി പറമ്പിൽ എന്നിവർക്കൊപ്പവും അണികൾക്കൊപ്പവുമായിരുന്നു. അതിനുശേഷം മാധ്യമപ്രവർത്തകരോട് രമേശ് പിഷാരടിയും VK ശ്രീകണ്ഠൻ MPയും ഷാഫി പറമ്പിൽ MPയും സംസാരിച്ചു. രമേശ് പിഷാരടിയുടെ പ്രതികരണം ഇപ്രകാരമായിരുന്നു. 2 MPമാരുടെ നടുക്ക് നിന്നാണ് താൻ സംസാരിക്കുന്നത്. അതായത് രമേശ് പിഷാരടിയുടെ വലത്തും ഇടത്തും VK ശ്രീകണ്ഠൻ MPയും ഷാഫി പറമ്പിൽ MPയുമായിരുന്നു. എന്തായാലും 2 MPമാർക്ക് നടുക്ക് നിന്നാണ് ഞാൻ നിൽക്കുന്നത്. അവർക്കൊപ്പമാണ് താൻ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ എത്തിയത്. വേറൊരു സ്ഥാനാർത്ഥിക്കും ഇതുപോലൊരു ഭാഗ്യം ഇതുവരെ കിട്ടിയിട്ടില്ല എന്നായിരുന്നു രമേശ് പിഷാരടിയുടെ പ്രതികരണം. UDFന്റെ 2 ശക്തരായ നേതാക്കൾക്കൊപ്പമാണ് താൻ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ എത്തിയത്. UDFന്റെ 2 ശക്തരായ നേതാക്കൾക്കൊപ്പമാണ് താൻ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ എത്തിയതെന്ന് രമേശ് പിഷാരടി പറഞ്ഞപ്പോൾ തിരഞ്ഞെടുപ്പ് ഫലം വരുമ്പോൾ 2 MPമാർക്ക് നടുവിൽ രമേശ് പിഷാരടി എന്ന MLA ഉണ്ടാകുമെന്നായിരുന്നു ഷാഫി പറമ്പിലിന്റെ പ്രതികരണം. ആവേശത്തോടെയാണ് ഷാഫി പറമ്പിലിന്റെ ഈ വാക്കുകളെ പ്രവർത്തകർ കൈയടിച്ച് സ്വീകരിച്ചത്. ഇത്രയും വർഷം രാജ്യത്തെ നയിച്ച വലിയൊരു പ്രസ്ഥാനത്തിനൊപ്പം നിൽക്കാൻ സാധിച്ചതിൽ വളരെയധികം സന്തോഷമാണ്, അഭിമാനമുണ്ട് ഈ പ്രസ്ഥാനത്തിന്റെ ഒരു സ്ഥാനാർത്ഥിയായി നിൽക്കാൻ സാധിച്ചതിൽ എന്നായിരുന്നു രമേശ് പിഷാരടി പറഞ്ഞത്. അതേസമയം പാലക്കാട് സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്ന ചോദ്യത്തിന് VK ശ്രീകണ്ഠൻ MP മറുപടി നൽകി. പാലക്കാട് സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട് സമൂഹത്തിൽ ഒരു സംശയം ഉയർന്നിട്ടുണ്ട് എന്നായിരുന്നു VK ശ്രീകണ്ഠൻ MPയുടെ പ്രതികരണം. പാർട്ടിയിലില്ലാത്ത ഒരു വ്യക്തിയെ തലേ ദിവസം സ്ഥാനാർത്ഥി കുപ്പായം അണിയിച്ച് കളത്തിലിറക്കുന്നതിന് പിന്നിൽ വലിയൊരു ഗൂഢാലോചനയുണ്ട്. പാലക്കാട് CPM BJP ഡിയിലുണ്ട് എന്ന പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ ആരോപണത്തെ ശരിവയ്ക്കുന്ന രീതിയിലുള്ള പ്രതികരണമാണ് VK ശ്രീകണ്ഠൻ MP നടത്തിയത്. എന്തുകൊണ്ടാണ് CPM ഇത്തരത്തിൽ ദുർബലനായ ഒരു സ്ഥാനാർത്ഥിയെ പാലക്കാട് ഇറക്കിയതെന്നത് ദുരൂഹത നിറഞ്ഞതാണെന്നും VK ശ്രീകണ്ഠൻ MP പറഞ്ഞു. അതാണ് KC വേണുഗോപാലും VD സതീശനും ചൂണ്ടിക്കാണിക്കാൻ ശ്രമിച്ചത്. കേരളത്തിൽ പാലക്കാട് ഉൾപ്പെടെ CPMഉം BJPയും തമ്മിൽ കൂട്ടുകെട്ടുണ്ട്. നേരത്തെ ഓൾറെഡി അവർക്കിടയിൽ ഒരു ഗൂഢാലോചന ഉണ്ട്. അതിപ്പോൾ ഈ തിരഞ്ഞെടുപ്പിൽ അത് ശക്തി പ്രാപിച്ചിരിക്കുകയാണെന്നും VK ശ്രീകണ്ഠൻ MP പ്രതികരിച്ചു. അതേസമയം സിനിമയിൽ നിന്ന് താൻ ആരെയും തൻ്റെ പ്രചാരണത്തിനായി പാലക്കാട്ടേക്ക് വിളിച്ചിട്ടില്ല എന്നും അവർ കൂടി തനിക്ക് വേണ്ടി പ്രചാരണത്തിനായി വന്നിട്ട് സൈബർ ആക്രമണത്തിന് വിധേയരാകരുതെന്ന് താൻ ആഗ്രഹിക്കുന്നുവെന്നും രമേശ് പിഷാരടി പ്രതികരിച്ചു. സിനിമാ താരമായ പിഷാരടി വിജയിച്ചു എന്ന രീതിയിലല്ല, മറിച്ച് UDF സ്ഥാനാർത്ഥിയായ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായ രമേശ് പിഷാരടി ജയിച്ചു എന്ന് കേൾക്കാനാണ് തനിക്ക് ആഗ്രഹം. അല്ലാതെ സിനിമാ താരങ്ങൾ എത്തി രമേശ് പിഷാരടി എന്ന സിനിമാ നടനെ വിജയിപ്പിച്ചു എന്നല്ല, മറിച്ച് ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ എന്ന രീതിയിൽ തന്നെ ഇവിടെ വിജയിക്കണമെന്നാണ് തൻ്റെ ആഗ്രഹമെന്നും രമേശ് പിഷാരടി മാധ്യമങ്ങളോട് പറഞ്ഞു. അതുകൊണ്ട് തന്നെ താൻ ആരെയും ഇങ്ങോട്ടേക്ക് പ്രചാരണത്തിനായി വിളിച്ചിട്ടില്ല. ഇനി ആർക്കെങ്കിലും വരാൻ താല്പര്യമുണ്ടെങ്കിൽ താൻ തടയുകയുമില്ല. അത് അവരുടെ ആഗ്രഹമാണ്. അവർ വന്ന് ആ ഒരു ആഗ്രഹം നിറവേറ്റിയിട്ട് പോട്ടെ എന്നായിരുന്നു രമേശിന്റെ പ്രതികരണം. 100% പോസിറ്റീവായിട്ടാണ് തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിനെ കാണുന്നത്. ആളുകളിൽ നിന്ന് മികച്ച സ്നേഹവും സ്വീകരണവും ഒക്കെ കിട്ടുന്നുണ്ട്. വ്യക്തമായ രാഷ്ട്രീയ നിരീക്ഷണങ്ങളുള്ള വ്യക്തിയാണ് താൻ. ആളുകളെ നേരിട്ട് കണ്ട് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. പെട്ടെന്നുണ്ടായ ആത്മബന്ധമല്ല ഈ പ്രദേശത്തിന് UDFുമായുള്ളത്. വ്യക്തിപരമായ ബന്ധമുണ്ടെന്നും രമേശ് പിഷാരടി പ്രതികരിച്ചു. പാലക്കാട് മുൻ MLA ആയിരുന്ന ഷാഫി പറമ്പിൽ ഉണ്ടാക്കി വെച്ച വലിയൊരു ബെഞ്ച് മാർക്കുണ്ട്. ഇവിടെ എത്തുന്ന ഓരോരുത്തർക്കും മറ്റു പാർട്ടികളിലെ സ്ഥാനാർത്ഥികളല്ല വെല്ലുവിളി. ഷാഫിയെ പോലുള്ളവർ മുൻപ് എത്തിച്ചു വെച്ച ബെഞ്ച് മാർക്കുണ്ട്. അതിനോടാണ് ആളുകൾ താരതമ്യം ചെയ്യുന്നത്. അങ്ങനെയാണ് ആളുകൾ പറയുന്നതെന്നും പാലക്കാട്ടെ UDF സ്ഥാനാർത്ഥി രമേശ് പിഷാരടി പ്രതികരിച്ചു. നിയമസഭാ തെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥി നിർണയം കാണുമ്പോൾ BJPയും CPMഉം തമ്മിൽ ബാന്ധവമുണ്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. സ്ഥാനാർത്ഥി നിർണയം കാണുമ്പോൾ ഇക്കാര്യം പ്രകടമാണ്. പല സ്ഥലങ്ങളിലും അത്തരത്തിലുള്ള കാര്യങ്ങളുണ്ട്. BJPക്ക് കരുത്തുള്ള മണ്ഡലങ്ങളിൽ പോലും 2020 സീറ്റ് നൽകിയത് കാണുമ്പോൾ ഇത് മനസ്സിലാകുമെന്നായിരുന്നു രമേശ് പിഷാരടി കുറ്റപ്പെടുത്തിയത്. രമേശ് പിഷാരടി വിളിച്ചാൽ പ്രചാരണത്തിന് പോകുമെന്ന് നടൻ ആസിഫ് അലി ഇന്നലെ വ്യക്തമാക്കിയിരുന്നു. ഇതിന് പിന്നാലെയാണ് താൻ ഇതുവരെ ആരെയും വിളിച്ചിട്ടില്ല, താൻ അവരെ കൂടി ക്ഷണിച്ച് അവരെ കൂടി സൈബർ ആക്രമണത്തിന് വിട്ടുകൊടുക്കാൻ താല്പര്യപ്പെടുന്നില്ല എന്നൊരു പ്രതികരണം രമേശ് പിഷാരടി നടത്തിയത്. അതേസമയം UDF ജയിക്കരുതെന്ന് BJP ആഗ്രഹിക്കുന്നുണ്ട് എന്ന് ഷാഫി പറമ്പിൽ MPയുടെ പ്രതികരണം. കാരണം UDFനാണ് വിജയ സാധ്യത എന്ന് അവർക്ക് നന്നായി അറിയാം. തങ്ങൾക്ക് ആരുടെ ഡീലിൻ്റെ ആവശ്യമില്ല. ഒരു ഡീലും ഇല്ലാതെ തന്നെ തങ്ങൾക്ക് ജയിക്കാൻ അറിയാം. തങ്ങൾക്ക് പാലക്കാട് എന്തെങ്കിലും തരത്തിലുള്ള ഡീൽ ഉണ്ടെങ്കിൽ അത് ജനങ്ങളുമായിട്ടാണ് എന്നായിരുന്നു ഷാഫി പറമ്പിലിൻ്റെ പ്രതികരണം.
കഴിഞ്ഞ ദിവസമായിരുന്നു അതായത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഇത്തരത്തിലൊരു ഡീല്, അതായത് CPM BJP ഡീലുണ്ടെന്ന് വലിയൊരു ബോംബ് പൊട്ടിച്ചത്. കേരളത്തിൽ സീറ്റ് കിട്ടുമെന്നത് BJPയുടെ വ്യാമോഹം മാത്രമാണെന്നും CPM BJPയും തമ്മിൽ ചില ഡീലുകൾ നടന്നിട്ടുണ്ടെന്നും പാലക്കാട് സീറ്റിലാണ് ഡീല് നടന്നതെന്നും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പ്രതികരിച്ചു. പാലക്കാട് ദുർബലനായ സ്ഥാനാർത്ഥിയെ CPM നിർത്തിയത് അതുകൊണ്ടാണ്, അത് വിജയിക്കാൻ പോകുന്നില്ല. അവിടെ രമേശ് പിഷാരടി വിജയിക്കുമെന്ന് ഉറപ്പാണ്. പാലക്കാട് BJPയെ സഹായിച്ചാൽ കേരളത്തിൽ 10 ഇടങ്ങളിൽ BJP CPMനെ സഹായിക്കാമെന്നാണ് ധാരണയെന്നും വി ഡി സതീശൻ പറഞ്ഞു. ഈ ധാരണയുടെ അടിസ്ഥാനത്തിലാണോ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള ആരോപണങ്ങൾ ഉയർന്നു വന്നത്, അല്ലെങ്കിൽ ആരോപണങ്ങൾ ശക്തമായതും രാഹുലിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കേണ്ടി വന്ന തരത്തിലേക്ക് കാര്യങ്ങൾ നയിക്കപ്പെട്ടതും എന്ന ചോദ്യം ശക്തമാണ്. ടീം UDF വളരെ ശക്തമാണെന്നും അതിനാൽ CPMന്റെ എല്ലാ ചരടുവലികളും ഞങ്ങൾ അറിയുന്നുണ്ടെന്നും വി ഡി സതീശൻ പ്രതികരിച്ചു. ഇന്ത്യയിലെ 1ാമത്തെ സംസ്ഥാനമാക്കി നമ്മുടെ കേരളത്തെ മാറ്റാനാണ് UDFന്റെ നീക്കം. എല്ലാത്തിനും UDFന് വ്യക്തമായ പ്ലാൻ ഉണ്ടെന്നും വി ഡി സതീശൻ പറഞ്ഞു. അതേസമയം കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി നിർണയം വൈകിയിട്ടില്ലെന്നും 48 മണിക്കൂറിനുള്ളിൽ 92 സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാൻ സാധിച്ചുവെന്നും സീറ്റ് നിർണയത്തിൽ ഘടകകക്ഷികളുമായി ഒരു അവസരവും ഉണ്ടായില്ല. ചില മാധ്യമങ്ങൾ ബോധപൂർവ്വം തെറ്റായ വാർത്തകൾ പുറത്തുവിടുകയായിരുന്നു. ഡൽഹിയിൽ ചർച്ച നടന്നത് 3.25 മണിക്കൂർ മാത്രമാണ്. എത്രയോ വിസ്മയങ്ങൾ ഉണ്ടായി. 4 സ്വതന്ത്ര സ്ഥാനാർത്ഥികളുമായി ധാരണയുണ്ട്. അവർ ജയിച്ചാൽ UDFനൊപ്പം നിൽക്കും. UDFിൽ നിന്ന് വിട്ടുപോയ സാമൂഹിക ഘടകങ്ങൾ സമ്പൂർണ്ണമായി തിരിച്ചുവന്ന കാലമാണിത്. തദ്ദേശ തിരഞ്ഞെടുപ്പിലെ മികച്ച വിജയത്തിന് കാരണം ഇതാണ്. നിലവിൽ സർക്കാർ നടത്തുന്നത് കള്ളപ്രചാരണമാണ്, അത് പൊളിച്ചെടുക്കുമെന്നും വി ഡി സതീശൻ പറഞ്ഞു. അതേസമയം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാലക്കാട് BJPയെ പ്രതിപക്ഷ നേതാവ് ഇപ്പോഴേ ജയിപ്പിച്ചുവെന്ന് ശോഭാ സുരേന്ദ്രന്റെ പ്രതികരണം. കോൺഗ്രസ് വോട്ടുകൾ ചോരുമെന്ന ഭയമാണ് വി ഡി സതീശനുള്ളത്. കോൺഗ്രസ് പരാജയ ഭീതിയിൽ മുൻകൂർ ജാമ്യം എടുക്കുകയാണ്. മറ്റ് സ്ഥാനാർത്ഥികൾ ജനകീയ വിഷയങ്ങളിൽ ഇടപെടാത്തവരാണ്. സ്ത്രീ സുരക്ഷ അടക്കമുള്ള വിഷയങ്ങൾ ഒരു നിലപാട് പറയാത്തവരാണ് എതിരാളികളെന്നും ശോഭാ സുരേന്ദ്രൻ പറഞ്ഞു. അതേസമയം CPMും കോൺഗ്രസും തമ്മിലാണ് ഡീലെന്ന് വി മുരളീധരന്റെ പ്രതികരണം. ജയിക്കുന്ന സീറ്റുകൾ CPMും കോൺഗ്രസും ഘടകകക്ഷികൾക്ക് നൽകുന്നില്ല. CPM അധികാരത്തിൽ വരണമെന്ന് ആഗ്രഹിക്കുന്ന ചേരി BJPയിലില്ല. BJP അധികാരത്തിൽ വരണമെന്ന് ആഗ്രഹിക്കുന്ന ഒറ്റ ചേരി മാത്രമാണുള്ളതെന്നും വി മുരളീധരൻ പറഞ്ഞു. പാലക്കാട് BJP ജയിപ്പിക്കാൻ CPMുമായി ഡീലുണ്ടെന്ന വി ഡി സതീശന്റെ ആരോപണത്തെ ശോഭാ സുരേന്ദ്രൻ തള്ളി. പാലക്കാട് ദുർബലനായ ആളെ സ്ഥാനാർത്ഥിയാക്കിയത് ഡീലിന്റെ ഭാഗമാണ് എന്ന പ്രതിപക്ഷ നേതാവിന്റെ ആരോപണം തള്ളിക്കൊണ്ട് ശോഭാ സുരേന്ദ്രൻ പറഞ്ഞത്, അത്തരത്തിൽ ആരെങ്കിലും ദുർബല സ്ഥാനാർത്ഥിയെ ഇറക്കിയിട്ടുണ്ടെങ്കിൽ അത് ആ മുന്നണികളുടെ മാത്രം ഉത്തരവാദിത്തമാണ് എന്നായിരുന്നു ശോഭാ സുരേന്ദ്രന്റെ പ്രതികരണം. പാലക്കാടിന് പകരം 10 സീറ്റിൽ BJP CPMനെ സഹായിക്കുമെന്നും സതീശൻ ആരോപിച്ചിരുന്നു. എന്തായാലും അതിനെതിരെയാണ് ശോഭാ സുരേന്ദ്രൻ പ്രതികരിച്ചിരിക്കുന്നത്. തോൽവി മുന്നിൽ കണ്ടുള്ള മുൻകൂർ ജാമ്യമെടുപ്പാണ് സതീശന്റെ പ്രതികരണം എന്നായിരുന്നു ശോഭാ സുരേന്ദ്രന്റെ പരിഹാസം. താൻ മത്സരിച്ച എല്ലാ തിരഞ്ഞെടുപ്പുകളും വൻതോതിൽ വോട്ട് ഉയർത്തിയിട്ടുണ്ടെന്നും പാലക്കാട് മണ്ഡലത്തിലെ BJP സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രൻ പറഞ്ഞു. തന്നെ ജയിപ്പിച്ചാൽ മോദിയുടെ അടുത്ത് പാലക്കാട്ടുകാർ കൊണ്ടുപോകും. ഇത്തവണ താൻ നിയമസഭയിൽ എത്തുമെന്നും ശോഭാ സുരേന്ദ്രൻ പ്രതികരിച്ചു. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.